കഴിഞ്ഞ 10 കൊല്ലത്തെ മോദി ഭരണം കൊണ്ട് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും എതിരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരിക എന്നുള്ളതല്ലാതെ ഒട്ടും കുറവുണ്ടായിട്ടില്ല. പാവം പിടിച്ച ആളുകൾ തൊഴിലുറപ്പ് ചെയ്തിട്ടാണ് കുറച്ചൊക്കെ പ്രശ്നം പരിഹരിച്ചത്. അതിന്റെ പേര് മാറ്റി BG റാംജി ഒക്കെ മാറ്റിയിട്ട് അവസാനം ഇപ്പൊ തൊഴിലുറപ്പും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് റാംജി ഇപ്പൊ എത്തി നിൽക്കുക. അതും കൂടാതെ ഇപ്പോ രാജ്യത്താകമാനം സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പശുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ആളുകളെ എല്ലാം ഇപ്പൊ ബീഫ് തിന്നാൻ വയ്യ. ഇപ്പൊ ബംഗാളിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പശുവിനെ അറക്കാൻ പാടില്ല. ശരി, ഇനി പശുവിനെ അറുത്താൽ പ്രശ്നമാകുമെങ്കിൽ ബംഗാളിലെ മുസ്ലിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചത് പശുവിനെ അറക്കുന്നില്ല, പകരം ആടിനെ അറക്കാം. അപ്പൊ ഒരു പുതിയ കഥയുണ്ടായി, പശുവിന്റെ സഹോദരിയാണ് ആട്, അതുകൊണ്ട് ആടിനെയും കൊല്ലാൻ പാടില്ല. വിചിത്രമായ കഥകളാ, അതിവിചിത്രമായ കഥകളാ. ഇപ്പൊ പോത്താരാണ്? പോത്ത് ചിറ്റപ്പൻ, എരുമയോ ചിറ്റമ്മ, മൊത്തം എല്ലാം ചിറ്റമ്മയും വല്യമ്മയും ബന്ധുക്കളുമാ. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യന് ബീഫും കഴിക്കാൻ പറ്റത്തില്ല, പൊറോട്ടയും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുക. ഇത് കേട്ടാൽ തോന്നി ഇവിടുത്തെ ദൈവങ്ങളെല്ലാം വെജിറ്റേറിയന്മാരായിരുന്നു. ആണോ? ദൈവങ്ങളെല്ലാം വെജിറ്റേറിയന്മാരാണോ? രാമനും സീതയും കൃഷ്ണനും ഒക്കെ വെജിറ്റേറിയന്മാരായിരുന്നോ? പരിശോധിക്കണ്ടേ? ഒന്നും ആയിരുന്നില്ല. വിചിത്രമായ വാദങ്ങളാണ്, വിചിത്രമായ വാദങ്ങൾ. വല്ലാത്ത വിചിത്രമായ അന്വേഷണ അറിവുകളുമാണ് ശ്രീമാൻ ശ്യാംകുമാറിനുള്ളത്. അറിവിന്റെ ഒരു കാരുണ്യമാണ് ശ്യാംകുമാറൊക്കെ. സത്യം, അതിലൊന്നും നിങ്ങളാരും തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ അത്രയ്ക്കധികം ഇദ്ദേഹത്തിന്റെ ഒക്കെ ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട്, ഇദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ കാണാറുണ്ട്. ബട്ട് ഞാൻ ഇതിനെയൊക്കെ ഗ്രേഡ് ചെയ്യാൻ തുടങ്ങിയതോടു കൂടിയാണ് ഇവരുടെയൊക്കെ കള്ളി എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അതായത് ഇദ്ദേഹം പറയുന്നത് മുസ്ലിം സഹോദരങ്ങൾക്ക് പശു ഇറച്ചി തിന്നേ പറ്റുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലൊക്കെ പോയട്ടോ. അപ്പൊ കോടതിയിൽ പശു ഇറച്ചി കഴിക്കുന്നത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറഞ്ഞ് കോടതി വരെ തള്ളിക്കളഞ്ഞ കേസാണ്. പക്ഷെ അങ്ങനെ തള്ളിക്കളയുന്ന കോടതി സംഘിക്കോടതി. സംഘികൾക്കെതിരെ വിധി വരുമ്പോൾ കോടതി മതേതര കോടതി, ജനാധിപത്യ കോടതി, അങ്ങനെയൊക്കെ വളരെ വിചിത്രമായ ന്യായങ്ങൾ നിരത്തുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പുള്ളിയുടെ വാദം എന്ന് പറയുന്നത് ബംഗാളിൽ ഇപ്പോൾ BJP അധികാരം പിടിച്ചല്ലോ. എപ്പോ? 2026 BJP അധികാരം പിടിച്ചു. ഇപ്പോൾ അവിടെ പശുവിനെ അറക്കാൻ പാടില്ല. എത്രത്തോളം കള്ളത്തരങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യുന്നുള്ളത്. പശുവിനെ ഇറക്കാൻ പാടില്ല എന്നുള്ള നിയമം അവിടെ കൊണ്ടുവന്നു. കാരണം അവിടെ ഈ പെരുന്നാൾ ദിനം വന്നു കഴിഞ്ഞാൽ അവർ പശുവിനെ പബ്ലിക്കായിട്ട് ഇറക്കുക, റോഡുകളിൽ ചോര ഒഴുകണം, ആ രീതിയിൽ. ഇതിവർ ചെയ്യുന്നത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമല്ല. അവരുടെ ഒരു അവർക്കറിയാം പശുവിനെ അറക്കുമ്പോൾ ഇവിടെ ചിലർക്ക് വേദനിക്കുന്നുണ്ട്. ആ വേദന കാണാനുള്ള ഒരു സുഖം ഇതിനു വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ BJP അധികാരത്തിലെത്തിയപ്പോൾ BJP അവിടെ പശു ഹത്യ നിരോധിച്ചു. പശു ഹത്യ നിരോധിക്കാം എന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും വേണമെങ്കിൽ തീരുമാനം എടുക്കാവുന്നതാണ് എന്ന് ഭരണഘടന എഴുതി തയ്യാറാക്കിയപ്പോഴേ അതിലുള്ളതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിൽ. അത് അംബേദ്കറിനും അറിയാവുന്ന സാധനമാണ്. അങ്ങനെ നമ്മുടെ സുവേന്ദു അധികാരി സാബ് അവിടെ ഒരു തീരുമാനം എടുത്തു, പശുവിനെ അറുക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് പശുവിനെ അറുക്കാതെ ഈദ് ആഘോഷിക്കാൻ കഴിയില്ലേ എന്നൊക്കെ പറയുകയും അതിന്റെ പുറകെ അവിടെയുള്ള ആരൊക്കെയോ കേസുമായിട്ട് ഹൈക്കോടതിയിൽ പോയി, അവിടുന്ന് സുപ്രീം കോടതിയിലൊക്കെ പോയിരുന്നു. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഒന്നും അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ഉണ്ടായത്. സത്യത്തിൽ അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. പശുവിനെ അറുക്കുന്നത്, പോത്തിനെ ഇവർക്ക് അറുക്കാം, ബീഫ് ബഫല്ലോ ഇവർക്ക് അറുക്കാം, അത് അവർക്ക് അറുക്കാം, കഴിക്കാം, ഇതിനൊന്നും ഒരു തടസ്സമില്ല. അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ തീരുമാനിച്ചു അത്രേ, പശുവിനെ അറുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അറുക്കുന്നില്ല, ഞങ്ങൾ ആടിനെ അറുത്തോട്ടെ എന്ന്. അപ്പോൾ അവിടെ പറയുകയാണ് ആട് പശുവിന്റെ സഹോദരിയാണ് എന്ന് പറയുകയും വിചിത്രമായ വാദങ്ങളാ. ശ്യാംകുമാർ സാറിന്റെ അറിവിനെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ശ്യാംകുമാർ സാറേ, ഇത് വർഷം 2026 അത് നിങ്ങൾക്കറിയില്ല. ഈ പശുവിന്റെ സഹോദരിയാണ് ആട് എന്ന് ഒരു BJP നേതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് സത്യം തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞത് 2019 നവംബറിലാണ്. 2019 നവംബറിൽ പറഞ്ഞ സാധനത്തിനെ പുള്ളി 2026 BJP അധികാരത്തിൽ വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിൽ ഗോഹത്യ നിരോധനം കൊണ്ടുവന്നതുമായിട്ടൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പുള്ളി ശ്രീനാരായണ ഗുരുവിന്റെയും പല കാര്യങ്ങളും പറയുന്നത്. സത്യം, അതായത് 100 വരികളിൽ 90 വരികൾ സത്യം പറയാം. പക്ഷെ ഇതിൽ ഈ സത്യത്തിന്റെ എല്ലാ അന്തസത്തയും കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ ഇതിന്റെ വ്യാഖ്യാനത്തെ മാറ്റിമറിക്കാനായി 10% കള്ളം ചേർക്കുക. ഇത് ഇവരുടെ സ്ഥിരം പരിപാടി. ഇത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് വളരെയധികം വേദനയും വിഷമവും ഉണ്ട്. കാര്യം ഇവരെയൊക്കെ അങ്ങനെ ഫോളോ ചെയ്തിരുന്ന ആളാണ് ഞാൻ. പീയൂഷ് ഘോഷോ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ളൊരു BJP നേതാവാണ് ഇത് പറഞ്ഞത്. 2019 നവംബറിലാണ് ഇത് പറഞ്ഞത്. അത് കഴിഞ്ഞ് 6-7 വർഷം കഴിയേണ്ടി വന്നു ശ്യാംകുമാറിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ കഥ എഴുതി തയ്യാറാക്കാനുള്ള ഒരു പ്രത്യേക സാഹചര്യം കിട്ടാൻ.
അപ്പോൾ 2026 BJP എത്തുന്നത് വരെ മിസ്റ്റർ ശ്യാംകുമാർ നിങ്ങൾക്ക് പശ്ചിമ ബംഗാളിലെ ഒരു MLA-മാരെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടെ? എന്ത് ക്രൂര മനസ്സാണ് മിസ്റ്റർ നിങ്ങൾക്കെല്ലാം. നിങ്ങൾക്ക് ഒരു MLA-യുടെ പേര് ഞാൻ പറഞ്ഞുതരാം. അയാളുടെ പേരാണ് ഷെയ്ഖ് ഷാജഹാൻ. ഇതിൽ ശ്യാംകുമാർ പറയുന്നുണ്ട്, നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10-12 വർഷത്തെ ഭരണം കൊണ്ട് ഈ നാട്ടിൽ ദളിതരോടുള്ള ആക്രമണങ്ങളുടെ കേസുകൾ എണ്ണം കൂടുന്നതാണ് പ്രധാനമായി നടന്നതെന്ന്. എക്സാക്ട്ലി, ഐ എം എഗ്രി വിത്ത് യു ശ്യാംകുമാർ, ഐ എം എഗ്രി വിത്ത് യു. അപ്പോൾ ഞാൻ ഷെയ്ഖ് ഷാജഹാന്റെ കഥയിലേക്ക് വരാം. ഷെയ്ഖ് ഷാജഹാൻ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു MLA ആണ്. സന്ദേശ് ഖാലി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട, ഗുണ്ടായുസം കാണിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട, അവിടെ ജനങ്ങളൊന്നും വോട്ട് ചെയ്യാറില്ല, ഇയാളെ ഗുണ്ടകളും പോയാണ് വോട്ട് ചെയ്യാറ്. അവിടെ എങ്ങനെ അറിയോ, ആരെങ്കിലും വോട്ട് ചെയ്യുന്നത് BJPക്ക് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ BJPയുടെ ചിഹ്നത്തിന്റെ മേലെ നല്ല സുഗന്ധമുള്ള എന്തെങ്കിലും എണ്ണ തേച്ച് വെക്കുക, അല്ലെങ്കിൽ വിക്സ് തേച്ച് വെക്കുക, ഇതൊക്കെയാണ് കലാപരിപാടി. അപ്പൊ ആരെങ്കിലും പോയി ഇതിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്നവന് സംശയം തോന്നി ഇവർ കൈ പിടിച്ച് മണപ്പിച്ചു നോക്കും. വിക്സിന്റെ മണം ഉണ്ടെങ്കിൽ അമ്മച്ചാണോ കൂമ്പടക്കം ഇടി കിട്ടും, ചിലപ്പോൾ തല്ലി കൊല്ലുകയും ചെയ്യും. ഇനി അഥവാ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആൾക്കാരെ ഇവർ ബൈക്കുകളുമായിട്ട് ഇവരുടെയൊക്കെ ഗ്രാമങ്ങളുടെ ആ ഇടനാഴികളിൽ ഇറങ്ങി ചെന്നിട്ട് ആ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെയാണ് ഇവരുടെ കലാപരിപാടി. അങ്ങനെ ജയിച്ച ഷെയ്ഖ് ഷാജഹാനും അയാളുടെ 2 കൂട്ടാളികളുമുണ്ട്, ഷിബു ഹസ്ര ആൻഡ് ഉത്തം സർക്കാർ. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ 2024 റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സന്ദേശ് ഖാലിയിൽ എത്തുന്നു. അവിടെ എത്തുന്ന ഉദ്യോഗസ്ഥരെ നമ്മുടെ ഇവിടെ ഇടതുപക്ഷ മതേതരത്വ ജനാധിപത്യ ഡിമാല ഗുണ്ടന്മാരുണ്ടല്ലോ, ഈ തലയിൽ വെളിവില്ലാത്തവന്മാരെ ആക്രമിച്ചില്ലേ, അതുപോലെ അവിടെയുള്ള കുറച്ച് പേര് ആക്രമിച്ചു. ഈ ആക്രമിച്ചവന്മാർ ഇപ്പോഴും അകത്താണ് കേട്ടോ, ഇപ്പോഴും ഈ 2026 അകത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ EDയെ ഇവരെല്ലാവരും ആക്രമിക്കുന്നു. ഈ ആക്രമിച്ചതിന്റെ ഫലമായിട്ട് അവിടെ കേസ് കുറച്ചുകൂടെ കടുപ്പമാകുന്നു. ബംഗാൾ പോലീസ് തന്നെ ശക്തമായ ആക്ഷൻ എടുക്കുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രഷർ വരുന്നു. അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നു. ഇതിൽ ഈ ഷെയ്ഖ് ഷാജഹാന്റെ സഹായികളായിട്ടുള്ള ഷിബു ഹസ്ര, ഉത്തം സർക്കാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഷെയ്ഖ് ഷാജഹാൻ മുങ്ങുന്നു. ഷെയ്ഖ് ഷാജഹാൻ മുങ്ങിയതോടുകൂടി അവിടെയുള്ള സ്ത്രീകളെല്ലാം വലിയ രോക്ഷത്തോടു കൂടി സംസാരിക്കാൻ തുടങ്ങുന്നു, ഉദ്യോഗസ്ഥരോട് പരാതി പറയാൻ തുടങ്ങുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർ വിചാരിച്ചു ഷെയ്ഖ് ഷാജഹാൻ ഇവിടെ ഇത്രയും ജനസമ്മതിയാണോ എന്ന്. പക്ഷെ ആ സ്ത്രീകൾ പറഞ്ഞത്, രാത്രികാലങ്ങളിൽ അവിടെയുള്ള സ്ത്രീകളെ ഇവർ നിർബന്ധിച്ച് പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും. വരാൻ വിസമ്മതിക്കുന്നവരുടെ കുടുംബത്തെ ഇവർ ഭീഷണിപ്പെടുത്തും, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും, കുടുംബത്തിലെ ആണുങ്ങളെ തല്ലിച്ചതയ്ക്കും. അങ്ങനെ ഈ സ്ത്രീകൾ, അവർക്കറിയാം അവിടെ പോയാൽ എന്താ സംഭവിക്കാം. അങ്ങനെ അവരവിടെ പോകും. സ്വന്തം ഭർത്താവ്, അച്ഛൻ, സഹോദരങ്ങൾ തല്ലുകൊള്ളാതിരിക്കാൻ, മരണപ്പെടാതിരിക്കാൻ ഈ സ്ത്രീകൾ ഈ നായ്ക്കളുടെ പാർട്ടി ഓഫീസുകളിൽ ചെന്ന് കയറും. അവരവരെ പീഡിപ്പിക്കും. ലൈംഗിക പീഡനം. അപ്പോ നിങ്ങളൊക്കെ അത് ഒറ്റ വാക്കുകൊണ്ട് കേട്ടങ്ങ് കളയുമല്ലേ. ഈ ലൈംഗിക പീഡനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ തന്നെ, നിങ്ങളുടെയൊക്കെ തന്നെ സഹോദരി, അമ്മ, ഭാര്യ, ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ബലാത്സംഗമല്ല. ആ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവ്, തങ്ങളുടെ അച്ഛൻ, തങ്ങളുടെ സഹോദരങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി നിർവികാരരായി അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ അഴിക്കും. അവരുടെ ഏതൊക്കെ അവയവങ്ങളിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അങ്ങനെ ഈ സ്ത്രീകളെ പീഡിപ്പിക്കും. നിങ്ങൾക്ക് ഒരു പോൺ സൈറ്റിൽ കയറി കാണുന്ന ആ വിഷ്വൽസ് അങ്ങോട്ട് ആലോചിക്കാം. അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ചെയ്യുന്നു. ഇദ്ദേഹം പറഞ്ഞെന്താ, എരുമ ചിറ്റമ്മ, കാള ചിറ്റപ്പൻ, അമ്മാവൻ കങ്കാരു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോ ഇവിടെ ആക്രമിക്കപ്പെടുന്നത് യഥാർത്ഥത്തിലുള്ള ചിറ്റമ്മയും ഇളയമ്മയും സഹോദരിമാരുമാണ് മിസ്റ്റർ ശ്യാംകുമാർ. ഷെയ്ഖ് ഷാജഹാൻ ചെയ്തവന്റെ പേര്, ആ തെണ്ടിയുടെ അനുയായികൾ, ആ സ്ത്രീകൾ പരാതി, നൂറുകണക്കിന് പരാതികൾ. അങ്ങനെ 55 ദിവസം കഴിഞ്ഞാണ് ഈ ഷെയ്ഖ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? തനിക്കിപ്പോ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ആടിനെ കിട്ടുന്നില്ല, പോത്തിനെ കിട്ടുന്നില്ല, പശുവിനെ അറുക്കാൻ കിട്ടുന്നില്ല. അതാണ് തന്റെ വിഷമം. പക്ഷെ ആ നാട്ടിലുള്ള ജനങ്ങൾ അനുഭവിച്ചിരുന്ന സ്വന്തം സഹോദരിയും അമ്മയും ഭാര്യയും എല്ലാം തന്റെ കൺമുന്നിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ പിടിച്ചോണ്ടുപോയി ലൈംഗിക വീഴ്ച കഴിഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവന്നാക്കുന്ന ഒരു അവസ്ഥ തനിക്കൊന്നും തോന്നിയില്ലടോ. തനിക്ക് അവിടെ പശുവിനെ കൊല്ലാൻ പറ്റാഞ്ഞിട്ട് തന്റെ ഹൃദയം തകർന്നു. വിചിത്രമായ സ്വഭാവം തന്നെ തൻ്റെത്, വിചിത്രമായത്. ഇത്രയും വിചിത്രമായവന്മാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പശുവിനെ കിട്ടിയില്ല പോലും. ആട് സഹോദരിയാണെന്ന് 2019 പറഞ്ഞ അവൻ 2026 കൊണ്ട് പുളുത്തി വെച്ചിരിക്കുക. വിചിത്രമായ ചിന്ത, വിചിത്രം. തനിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. തനിക്ക് ബീഹാർ കേട്ടില്ല? ബീഹാർ ഒരു കേസുണ്ട്, ഭയങ്കര കേസാണ്. ലാലു പ്രസാദ് യാദവിന്റെ ബീഹാർ ജംഗിൾ രാജ് എന്ന് കോടതി പറഞ്ഞത്. ഞാൻ ആ സ്ത്രീയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
യു മീൻ ഒരു IAS ഓഫീസർ സ്ഥലം മാറി അവിടെ എത്തുന്നു, സുന്ദരിയായ ഭാര്യ. അവിടെയുള്ള മൃത്യുഞ്ജയ് യാദവ് എന്ന RJDയുടെ ലീഡറായിട്ടുള്ള ഹേമലത യാദവിന്റെ മകൻ ഈ കഴിവേറി ഈ സ്ത്രീയെ പിടിച്ചോണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു. പിടിച്ചോണ്ടുപോയി ആൾക്കാരെ വിട്ട് പിടിച്ചോണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് ഇവൻ വീണ്ടും ഈ സ്ത്രീയെ പിടിച്ചോണ്ട് വരികയാണ്. അങ്ങനെ ഇവൻ എപ്പോഴൊക്കെ ഈ കഴപ്പ് തോന്നുന്നു, അങ്ങനെ തന്നെ ഞാൻ പറയാം, കഴപ്പ് തോന്നുന്നു, അപ്പോഴൊക്കെ അവൻ ഈ IAS കാരന്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുവന്ന് അവന്റെ എല്ലാം ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ IAS ഓഫീസർ അവിടെയുള്ള സകല മന്ത്രിമാരുടെയും സകല ഉന്നത ഉദ്യോഗസ്ഥരുടെയും പടിവാതിൽ കയറി നിറങ്ങുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞേക്കാം. വിടില്ല അവിടുത്തെ ലല്ലു പ്രസാദ് ഗുണ്ടകൾ, ചെറ്റകൾ, എംബോക്കികൾ, നരാധമന്മാർ. തനിക്ക് നാക്കിന് ധൈര്യമുണ്ടോ അത് പറയാൻ? ആ IAS ഓഫീസർ അവസാനം ഗവർണറുടെ അടുത്തെത്തി. സുന്ദർ സിംഗ് ഭണ്ഡാരി എന്ന ഗവർണറോട് പരാതി പറഞ്ഞ് കരഞ്ഞ് അവസാനം ഈ കാര്യം 1995 സംഭവം. ഈ കാര്യം സെൻട്രൽ മിനിസ്റ്ററെ അറിയിക്കുന്നു. അന്ന് BJP ലീഡർ നിങ്ങൾ ഈ പറയുന്ന പശുവിനെ കൊല്ലാൻ സമ്മതിക്കാത്ത, ആടിനെ കൊല്ലാനൊക്കെ സമ്മതിക്കാത്തതെന്നാണല്ലോ BJPക്കാരെ കുറിച്ച് പറയുന്നത്. ആ മനുഷ്യനാണ് ഈ കാര്യം മുഴുവൻ പത്രങ്ങളോട് പറയുന്നത്, ജനങ്ങളോട് വിളിച്ചു പറയുന്നത്. അങ്ങനെയാണ് ഈ മൃത്യുഞ്ജയ് യാദവ് എന്ന് പറയുന്ന ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്നത്. 5 വർഷം കണ്ടേ അവനെ ഇട്ടുള്ളൂ. പക്ഷെ ആ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടത് 2 വർഷമാണ്. 2 വർഷം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഭാര്യയെ 2 വർഷം നാട്ടിലെ ഭരണകൂടത്തിന്റെ കേമപ്പെട്ട ഒരു ഗുണ്ട അവന്റെ ഇഷ്ടത്തിന് പിടിച്ചോണ്ട് പോയി ബലാത്സംഗം ചെയ്യുന്നു, കൊണ്ടുവിടുന്നു, ബലാത്സംഗം ചെയ്യുന്നു, കൊണ്ടുവിടുന്നു. യു മീൻ എന്തെല്ലാം അയാൾ ചെയ്യും? സ്വന്തം നിങ്ങളുടെ തന്നെ ആലോചിച്ചു. പക്ഷെ ആ തെറ്റിന് ക്ഷമിക്കുകയാണ് എല്ലാവരും, ഭരണകൂടം ക്ഷമിക്കുകയാണ്. ശ്യാംകുമാർ ചിന്തിക്കുന്നത്, അയ്യോ കാള ചിറ്റമ്മ, എരുമ ചിറ്റമ്മ, അയ്യോ ഇവിടെ ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പശുവിനെ ഇറക്കാൻ കൊടുക്കുന്നില്ല, ചേട്ടാ അവിടെ അമ്മയെ ബലാത്സംഗം ചെയ്യുന്ന അതെന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പശുവിനെ കിട്ടുന്നില്ല. അതാണ് തന്റെ വിഷമം. അങ്ങനെയാണോ അവിടെ BJPയുടെ കയ്യിൽ ജനങ്ങൾ അധികാരം വെച്ച് കൊടുത്തത്? പശുവിനെയും പോത്തിനെയും ആടിനെയും തിന്നാൻ കിട്ടാഞ്ഞിട്ടല്ല. അവിടെ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശ്, അവിടെ BJPയുടെ തന്നെ ഒരു നേതാവിന്റെ മോൻ. അവന്മാർ കണ്ടിട്ടുള്ളത് ഇതാണല്ലോ, ലല്ലു പ്രസാദിന്റെയും അഖിലേഷ് യാദവിന്റെ ഒക്കെ ഭരണം. അതായത് ഭരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ, ഭരണകൂടത്തിന്റെ ആളായി കഴിഞ്ഞാൽ പിന്നെ എന്ത് തന്തയിലേക്കും കാണിക്കും. അങ്ങനെ BJP നേതാവിന്റെ ഒരു മകൻ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. BJPയുടെ യോഗി അവന്റെ മാംസത്തിന്റെ ഉള്ളിലൂടെ ഈയമുണ്ട ചത്ത് മലച്ച് പന്നി. അതാണ് ഭരണകൂടം. ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു മന്ത്രി, ഒരു പാർട്ടി നാട് ഭരിക്കുമ്പോൾ അവിടെ ക്രിമിനലുകൾ ഉണ്ടായിരിക്കും, അവിടെ കുറെ ചേറ്റകൾ ഉണ്ടായിരിക്കും, സാമൂഹ്യ വിരുദ്ധരുണ്ടായിരിക്കും. പക്ഷേ അതിനെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭരണകൂടം ഉണ്ടല്ലോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. അത് സഹിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ചെറ്റ ഭരണകൂടങ്ങളാണ് ഈ പറയുന്ന ബീഹാറിലും ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും ഉണ്ടായിരുന്നത്. തനിക്ക് അവരെ പറ്റിയെന്ന് പറഞ്ഞുകൂടെ? 2019 പീയൂഷ് ഘോഷം കണ്ട് അയ്യോ പശുവിന്റെ സഹോദരിയാണ് ആട്, വിചിത്രമായ ആചാരം, വിചിത്രമായ വാദം. തനിക്ക് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റുന്ന വിചിത്രമായ കാര്യമാണ് ഈ സന്ദേശ് ഖാലിയിലും ബീഹാറിലും ഒക്കെ ഈ നടന്നത്. തനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത്? ചിന്തിക്കാൻ കഴിയും. എന്നാൽ ബീഹാറിൽ IAS കാരന്റെ ഭാര്യയുടെ ആ പീഡനം, ആ IAS ഓഫീസറുടെ കരച്ചിൽ, അത് പുറത്തു കൊണ്ടുവന്ന് BJP ലീഡർ സുശീൽ കുമാറാണ്. അതാണോ മനുഷ്യന്റെ വേദന? അയ്യോ പശുവിനെ ഇറക്കാൻ കിട്ടുന്നില്ല, ഇവനങ്ങ് തകരുക. ഇനി ഒരു കാര്യം കൂടി ശ്യാംകുമാറിന്റെ ആരാധകർ കേൾക്കാൻ വേണ്ടിയിട്ട്. ദളിതരാണല്ലോ, നമ്മുടെ ടീമാണ് ഫുൾ ആരാധകര്. അവരോട് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പറയുന്ന സന്ദേശ് ഖാലിയിൽ സ്ത്രീകളെ കൂട്ടമായി, 100 കണക്കിന് സ്ത്രീകളെ കൂട്ടമായി പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തിട്ട് തിരിച്ചു കൊണ്ടാക്കുന്ന ഈ സന്ദേശ് ഖാലിയിൽ 30 മുതൽ 35% വരെ ഷെഡ്യൂൾഡ് കാസ്റ്റും 23% ഷെഡ്യൂൾഡ് ട്രൈബുമാണ് ആക്രമിക്കപ്പെട്ടത്. അവരുടെ ഭൂമി കയ്യേറിയത്, അടിച്ചിറക്കിയത് ദളിതരെയാണടാ, ദളിതരെ. പാവം പിടിച്ച SC STയിലുള്ള സ്ത്രീകളെ യുവമാർ കൊണ്ടുപോയി ചെയ്തു. യോ ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പശുവിനെ അറക്കാൻ കൊടുക്കുന്നില്ല BJP സർക്കാർ. എന്തൊരു വിചിത്രമായ BJP സർക്കാർ. താനൊക്കെ എന്ത് വിചിത്രമായ ജീവികളാണോ, വിചിത്രമായ ജീവികൾ. നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെ സഹോദരി, അമ്മ, മകൾ, ഭാര്യ, ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നവനെ ജയിപ്പിക്കണോ, അതോ പശുവിനെ അറക്കണ്ടെന്ന് പറഞ്ഞവനെ ജയിപ്പിക്കണോ? വിചിത്രമായ ചിന്താഗതി ഉള്ളവന്റെ
പൊണ്ടാരം പിടിച്ച തല ഉണ്ടല്ലോ, വിചിത്രമായ ചിന്താഗതി ഉള്ളവന്റെ. ആ വിചിത്രമായ ചിന്താഗതി ഉള്ളവൻ പശുവിനെ തിന്നാൻ കിട്ടിയാൽ മതി, അമ്മയും പെങ്ങളെ ബാക്കിയുള്ളവന്മാരെ കൊണ്ടുപോയി എന്ത് വേണേ ചെയ്തോട്ടെ. ഇതായിരിക്കും വിചിത്രമായ ചിന്താഗതി. പറഞ്ഞാൽ ഞാൻ വല്ല തെറിയും വിളിച്ച് പറഞ്ഞു. ഇമാതിരി ഇതിന് പുള്ളി രാമായണത്തിൽ എടുക്കുന്നുണ്ട്, വാത്മീകി രാമായണം. സത്യം പറഞ്ഞാൽ ഇതിന് വാത്മീകി രാമായണം നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കണം. വാത്മീകി രാമായണത്തിൽ ഇത് കഴിഞ്ഞ് പുള്ളി പറയുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കിയത് സീതയാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രാമൻ ഇറച്ചി തിന്ന കഥകളൊക്കെ പറയുന്നുണ്ട്. വാത്മീകി രാമായണം വായിക്കണം, ഇതൊക്കെ അതിലുള്ള സാധനങ്ങളാണ്. എല്ലാം വനവാസ കാലഘട്ടത്തിൽ രാമൻ എന്തൊക്കെ കഴിച്ചിരുന്നു, മീൻ കഴിച്ചിരുന്നു, മാംസം കഴിച്ചിരുന്നു, മാനിനെ കഴിച്ചിരുന്നു. പർണശാല കെട്ടുമ്പോൾ മാനിന്റെ മാംസമാണ് ഉരുട്ടിയിട്ട് വാസ്തുബലിക്ക് വെക്കുന്നത്. ഇങ്ങനെയൊക്കെ കഥകളുണ്ട്, ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ രാമനെ ആരാധിക്കാത്തവർ മുഴുവൻ നരകത്തിൽ പോകുമെന്നും, എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഞാൻ മാത്രമേ ദൈവമുള്ളൂ, എന്നെ ആരാധിക്കാത്തവനൊക്കെ കോട്ടവാതിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണമെന്നൊന്നും രാമൻ പറഞ്ഞിട്ടില്ല. രാമൻ ശ്രീലങ്കയിൽ യുദ്ധം കഴിഞ്ഞിട്ട് കൂടെ വന്ന വാനരപ്പടയോടും സൈന്യത്തോടും എല്ലാ പെണ്ണുങ്ങളെ കയറി ബലാത്സംഗം ചെയ്തോടാ, ശുക്ല അകത്തായാലും പുറത്തായാലും ജനിക്കേണ്ട കുട്ടികൾ ജനിക്കുന്നൊന്നും രാമൻ പറഞ്ഞിട്ടില്ല. രാമന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഇപ്പൊ രാമൻ ഇറച്ചി കഴിച്ചതാണ്. അപ്പോ ഇനി ഹിന്ദുക്കളൊക്കെ എന്ത് വേണം? ഇനി ഹിന്ദുക്കളൊക്കെ ആകെ നാണം കൊണ്ട് തല കുലുക്കി നിങ്ങളൊക്കെ. അതാണ്, രാമൻ ഇറച്ചി കഴിച്ചാൽ ഹിന്ദുക്കൾ നാണം കൊണ്ട് അല്ലെങ്കിൽ പോറവിടുന്നു. അതിനാണല്ലോ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഇതിലും വലിയ പോകൃത്തരം കാണിച്ച ദൈവങ്ങളെ ഇവിടെ ഓരോരുത്തർ തല ചുവന്നുകൊണ്ട് നടക്കുന്നത്. അപ്പോഴാണ് രാമൻ ഇറച്ചി കഴിച്ചത്. അതുകൊണ്ട് മിസ്റ്റർ ശ്യാംകുമാർ, നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ഈ കീടമുണ്ടല്ലോ, അയ്യോ ഞങ്ങളുടെ ആൾക്കാർക്ക് പശു ഇറച്ചി തിന്നാൻ കിട്ടാത്തത്, സ്ത്രീകളുടെ മാനം അതിനേക്കാൾ വലുതാണ്. ഇനിയും നിങ്ങളുടെയൊക്കെ ഈ അറിവുകൾ നേടിത്തന്നതിന്, നിങ്ങളെ ഇത്രയൊക്കെ പഠിപ്പിച്ച നിങ്ങളുടെ രക്ഷിതാക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹമോ അവരുടെ അധ്വാനത്തിന് എന്തെങ്കിലും ഒരു വിലയോ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങൾ കണ്ടവന് വേണ്ടി വാദിക്കുന്ന പോലെ നിൽക്കരുത്. നിങ്ങൾക്ക് രാമനെ വിമർശിക്കാം, സീതയെ വിമർശിക്കാം, നിങ്ങൾക്ക് കൃഷ്ണനെ വിമർശിക്കാം. കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോ പ്രോബ്ലം, ഇതൊന്നും ഹിന്ദുവിനെ തൊടുന്ന വിഷയമല്ല, ഹിന്ദുവിന്റെ രോമത്തിൽ പോലും ഇതൊന്നും തൊടുന്ന വിഷയവുമല്ല. പക്ഷേ ഈ ദളിതരായിട്ടുള്ള സ്ത്രീകളെ മുഴുവൻ സന്ദേശകാരിയിൽ അവിടെയുള്ള ഷാജഹാൻ ഷെയ്ഖും അവന്റെ കൂട്ടാളികളും കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തിട്ട് വിട്ടയച്ചത് അറിയാതെ പോയ തന്റെ ഒരു അറിവുണ്ടല്ലോ. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തിന് കീഴിൽ ഒരു IAS ഓഫീസറുടെ ഭാര്യ, അവർക്ക് പോലും മാനം കാക്കാൻ പറ്റാതെ ആ സ്ത്രീ ഗർഭപാത്രം ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു എന്നാ കേട്ടത്. കാര്യം ഇവൻ എപ്പോഴാണ് ഇവൻ പിടിച്ചോണ്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. 2 വർഷം ഇവനിൽ നിന്നും ഗർഭം ധരിക്കാതിരിക്കാൻ. അത് അറിയാതെ പോയ തന്റെ ആ അറിവുണ്ടല്ലോ. ബലവേഷ്, ബ്രാവോ ബ്രാവോ ബ്രാവോ. ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ആരും ഒന്നും വെള്ളിക്കരണ്ടി കോരി തരയൊന്നും വേണ്ട, ജീവിക്കാൻ വിട്ടാ മതി. ഇയാളെയൊക്കെ സമ്മതിച്ചിടുന്നു. തനിക്ക് ആട് സഹോദരിയായി പോയി, പശുവിന്റെ ഇറച്ചി കിട്ടാത്തതാണ് തന്റെ വേദന. നിങ്ങളെയൊക്കെ ഞാൻ നാമിച്ച് കേട്ടോ. അപ്പോൾ മിസ്റ്റർ ശ്യാംകുമാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ദളിതർ, ഈ സന്ദേശകാരിയിൽ പീഡിപ്പിക്കപ്പെട്ട ദളിതർ ED വന്ന് അന്വേഷിച്ച് ആ EDയെ പേടിച്ച് ഒളിവിൽ പോയില്ലേ ഷാജഹാൻ ഷെയ്ഖ്? അയാൾ പോകുന്നത് വരെ അവർ ആർക്ക് കംപ്ലൈന്റ് കൊടുത്തു? അവരുടെ കംപ്ലൈന്റ് എവിടെ രജിസ്റ്റർ ചെയ്തു? ബീഹാറിൽ ഒരു IAS ഓഫീസറുടെ ഭാര്യയെ 2 വർഷത്തോളം തോന്നുന്ന പോലെ ബലാത്സംഗം ചെയ്തവന്റെ പീഡിപ്പിച്ചവനെതിരെ അവരുടെ പരാതി പോലും കേൾക്കാൻ തയ്യാറാകാത്ത ഭരണകൂടവും മന്ത്രിമാരും. അപ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ദളിതന്റെ അവരുടെ സ്ത്രീകളുടെ മടിക്കുത്തഴിച്ച് അവന്റെയൊക്കെ കാമകേളി കളിച്ചപ്പോൾ അവരാരോട് പരാതി പറഞ്ഞു കാണും മിസ്റ്റർ ശ്യാംകുമാർ? ആരോട് പരാതി പറഞ്ഞു കാണും? അവരെന്താ അനുഭവിച്ച് കാണും? ആ പാവങ്ങൾ പറഞ്ഞാൽ പോലും ഒരു പട്ടിയും കേൾക്കാനില്ല. IAS ഓഫീസർ ആയതുകൊണ്ട് അയാൾ സെൻട്രൽ മിനിസ്റ്റർ വരെ പോകാൻ പറ്റി, അയാൾക്ക് ഗവർണറെ കാണാൻ പറ്റി. അവിടെയുള്ള ദളിതർ എന്ത് ചെയ്യുമായിരുന്നു? തനിക്കറിയുടെ BSP എന്ന് പറഞ്ഞൊരു കുണഞ്ഞ പാർട്ടിയുണ്ട്, ബഹുജൻ സമാജവാദി പാർട്ടി. അംബേദ്കറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അംബേദ്കറുടെ ഫോട്ടോ എടുത്താ കള്ളന. ആ ഫോട്ടോയെ അപമാനിക്കലാണ് ഇവന്മാരൊക്കെ ചെയ്യുന്നത്. ആ മനുഷ്യനെ അപമാനിക്കുക. അതും എടുത്തു പിടിച്ച ഈ BSP 9 വർഷം ഭരിച്ച അവിടെ ഇന്നിപ്പോൾ അവിടുത്തെ BSPക്കാർ ദളിതന്റെ വീട്ടിൽ ചെന്ന് ഇറയുണ്ടാൽ ചാണകം മുക്കിയ ചൂലിനന്മാരടിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ ബീഹാറിൽ ഈ IAS ഓഫീസറുടെ ഭാര്യയ്ക്ക് ഈ ഗതിയായിരുന്നെങ്കിൽ അവിടത്തെ ഉള്ള ദളിതർ എന്ത് അനുഭവിച്ചു കാണും? പറ. പണവും സ്വാധീനവും ഉള്ളവന്റെ അവസ്ഥ, ദളിതരുടെ അവസ്ഥ അറിയാലോ. സ്വന്തമായിട്ട് മണ്ണില്ല, ഭൂമിയില്ല, ജോലിയില്ല, പണമില്ല, ഒരു വാഴക്കയില്ല. ഇപ്പോഴും കിടക്കാണ് 10, 60, 70 വർഷം ഭരിച്ച കോൺഗ്രസ് ദളിതനെ കൊണ്ട് ഇട്ടിരിക്കുന്ന ഗതികേടാണിത്. ആ കിടക്കുന്നവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? താൻ പറഞ്ഞത് ശരിയാണ് ശ്യാംകുമാർ. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ ഭാരതത്തിലെ ദളിതർ പരാതിപ്പെടാൻ തയ്യാറായിരിക്കുന്നു. ആ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ലോകം അറിയാൻ തുടങ്ങിയിരിക്കുന്നു അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന്. TMC ഭരിച്ചിരുന്നപ്പോൾ പശ്ചിമ ബംഗാളിൽ ഷാജഹാൻ ഷെയ്ഖിന്റെ
പീഡനങ്ങളിൽ മനനൊന്ത് മടുത്ത് മരവിച്ച് ജീവിച്ചിരുന്ന ആ ദളിതർ ഇന്നിപ്പോൾ BJP-യുടെ ഭരണത്തിൽ അവർ പരാതി കൊടുക്കുന്നുണ്ട്. യെസ്, ശ്യാംകുമാർ താൻ പറഞ്ഞത് ശരിയാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഭാരതത്തിൽ ദളിതന് വോയിസ് ഉണ്ട്. അവൻ പരാതി പറയാൻ തുടങ്ങിയിരിക്കുന്നു. നാണമില്ല നിങ്ങൾക്കൊന്നും ഇത് വന്നിരുന്ന് ചോദിക്കാൻ? അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാത്ത ആളൊന്നും അല്ലല്ലോ താൻ. ഇയാളൊന്നും അറിവില്ലാത്ത ആളൊന്നുമല്ല, അറിവുള്ളവനാ. പക്ഷെ തിരിച്ചറിവ് നിങ്ങളുടെ പ്രസംഗങ്ങൾ കാണുന്ന ആൾക്കാർക്ക് തോന്നണം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. യെസ്, ഞാൻ ഈ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദളിതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, 100 മേൽ ദളിതർ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ, പീഡിപ്പിക്കപ്പെട്ടതിന്റെ പരാതികൾ സുവേന്ദു സർക്കാരിന്റെ ഭരണകൂടത്തിന് കീഴിൽ പരാതിപ്പെട്ടിട്ടുണ്ടാകും. കാരണം അവർ പീഡിപ്പിക്കപ്പെട്ടിരുന്ന സമയത്ത് അവരെ ഭരിക്കുന്നത് ദളിതരെ സംരക്ഷിക്കാനുണ്ടായ പുളുത്തിയവന്മാരാണ്. യെസ്, സത്യം. നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ ദളിതർക്ക് നേരെയുള്ള പീഡനങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അവർ പരാതിപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്കൊരു നേതാവ് വന്നിരിക്കുന്നു. വളർത്തച്ഛനെ പോലെ, ഋഷിതുല്യനായ രാജർഷിയെ പോലെ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. ദളിതർ പരാതി പറയാൻ തുടങ്ങിയിരിക്കുന്നു. ശ്യാംകുമാർ, ദളിതർ പരാതി പറയാൻ തുടങ്ങിയിരിക്കുന്നു. അവർ പീഡിപ്പിക്കപ്പെടുന്നിടത്ത് അവർ പരാതി പറയാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ടതില്ലായിരുന്നു. യെസ്, താൻ പറഞ്ഞത് ശരിയാണ്. ചോദിക്കാനും പറയാൻ ആളുണ്ടോ? ദളിതന് നാക്ക് വന്നു. എന്റെയൊക്കെ പുറകിൽ നിങ്ങൾ പറയുന്ന കേട്ടോണ്ട് പശുവിനെ കൊല്ലാൻ കിട്ടിയില്ല, അയ്യോ ബീഫ് തിന്നാൻ കിട്ടുന്നില്ല, ഇതും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നെങ്കിൽ ദളിതന്റെ നാക്കുണ്ടല്ലോ അവന്മാര് പിഴുതെടുത്ത് അവന്മാര് ബാർബിക്യൂ ഉണ്ടാക്കി തിന്നാൻ തന്നേനെ. അപ്പോഴും താൻ തിന്നും. അയ്യോ പശുവിനെ തിന്നാൻ കിട്ടുന്നില്ല, അയ്യോ പോത്തിനെ തിന്നാൻ കിട്ടുന്നില്ല. അപ്പോഴും താൻ പറയും, ഓ ദളിതർക്കെതിരെ പീഡനമൊന്നും ഇല്ല കേട്ടോ, ആരും പരാതി പറയുന്നില്ല. അതായിരിക്കും താനൊക്കെ അപ്പോ പറയുക. ഇപ്പോ പരാതിപ്പെടുന്നുണ്ട് ശ്യാംകുമാർ, ഇപ്പോ പരാതിപ്പെടുന്നുണ്ട്. യെസ്, വി ഹാവ് വോയിസ്. അതാണ് മോദിയുടെ ഭാരതത്തിലുണ്ടായ ഏറ്റവും വലിയ വിപ്ലവം. ജയ് ഹിന്ദ്.